നേതൃത്വം വിലക്കിയിട്ടും പാലക്കാട് സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം തുടർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. കാൽകുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം പ്രചാരണത്തിനിറങ്ങുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സസ്പെൻഷനിലായ ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നേതാക്കൾ പറഞ്ഞത്. ഇപ്പോൾ നടക്കുന്നത് തന്നെ MLA ആക്കാൻ അധ്വാനിച്ചവർക്കുള്ള പ്രചാരണമാണ്. കെ സുധാകരനും ചെന്നിത്തലയും VD സതീശനും ഉൾപ്പെടെ എല്ലാവരും തന്റെ നേതാക്കളാണെന്നും രാഹുൽ പറഞ്ഞു. നിങ്ങൾ ഇതിനകത്ത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, സത്യത്തിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഓരോരുത്തരുടെയും പ്രതികരണം എടുക്കുന്നത്? ഞാൻ നിങ്ങളെല്ലാം വ്യക്തിപരമായി പറയല്ല, എന്തിനാണ് പ്രതികരണം എടുക്കുന്നതെന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആളുകൾ പ്രതികരിക്കുന്നത് ഒന്ന്, നിങ്ങളുടെ തലക്കെട്ട് മറ്റൊന്ന്, നിങ്ങളുടെ നരേഷൻ വളരെ വ്യത്യസ്തമായത്. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പിന്നെ ഏറ്റവും ചുരുങ്ങിയത് ഈ പ്രതികരണം എടുക്കുന്നതിൽ നിന്ന് ഈ പ്രതികരിക്കുന്ന ആളുകളെ ഒന്ന് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നരേറ്റ് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ എല്ലാ വാർത്തയുടെ കൂടി പൊതുവായി പ്രത്യേകത പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വാർത്തകൾ നിങ്ങൾ പ്ലേസ് ചെയ്തോളൂ. ഞങ്ങൾക്ക് പറയാനുള്ള ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നു കട്ടതടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൗണ്ടറായിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളും പ്ലേസ് ചെയ്യുക. നമ്മൾ ആര് പ്ലേസ് ചെയ്യുന്നതാണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിയുമ്പോൾ അറിയാലോ. എന്തായാലും നമ്മൾ ജനകീയ കോടതിയിലാണ് നിങ്ങളും ഞങ്ങളും ഞങ്ങളുടെ ആർഗ്യുമെന്റ്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു, ഞങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു. ആ പ്ലേസ്മെന്റിന്റെ ഒടുവിൽ ആരുടെ ആർഗ്യുമെന്റ് ആണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് അന്നേരം നോക്കാം. CPMന്റെ ഇപ്പോൾ CPM വലിയ ധാർമ്മികതയൊക്കെ പറയുമ്പോൾ CPMന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ്, മുൻ MLA, മുൻ ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗം VS പിണറായി പക്ഷകാലത്ത് VSനെതിരായി പിണറായിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആള് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ്. എന്താണ് പാർട്ടി ആ വിഷയത്തിനകത്ത് നടപടിയെടുത്തത്? ആ വിഷയത്തിനകത്ത് പാർട്ടി നടപടിയെടുക്കാത്തതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. കാരണം പത്മകുമാർ ഒറ്റയ്ക്കല്ല കട്ടത്. അയ്യപ്പന്റെ പൊന്ന് കട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് ഒരാളും വിചാരിക്കേണ്ട. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ അയ്യപ്പന്റെ പൊന്ന് കെട്ട വിഷയത്തിനകത്ത് ദേവസ്വം ബോർഡ് മന്ത്രിമാർ വരെ കുറ്റാരോപിതരായി സംശയത്തിന്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിഴലിൽ കുറച്ച് വെളിച്ചം അടിച്ചു കൊടുത്തവരെ രക്ഷപ്പെടുത്താമെന്ന് ആര് വിചാരിച്ചാലും നടക്കില്ല. ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ട്. നിങ്ങളും പ്ലേസ് ചെയ്തോളൂ, ഞങ്ങളും പ്ലേസ് ചെയ്യാം. ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏത് ബൈ ചെയ്യുമെന്ന്. സുധാകരേട്ടൻ എന്റെ നേതാവാണ്, ശ്രീ KC വേണുഗോപാൽ എന്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ്, ശ്രീ VD സതീശൻ എന്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫ് എന്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള